ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ചാനൽ കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ 10th മൊഡ്യൂൾ, ട്രേഡ്സ്മാൻ്റെ സിലബസിലെ 10th മൊഡ്യൂളിൽ 9ാമത്തെയോ 10ാമത്തെയോ മൊഡ്യൂളിൽ വരുന്നതാണ് പവർ സിസ്റ്റം ജനറേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജനറേഷൻ. ആ രീതിയിലുള്ള ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു പോർഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ദെൻ സ്റ്റീം അല്ലേ, തെർമൽ പവർ പ്ലാന്റ് പോലുള്ളവ. ഞാൻ വിചാരിക്കുന്നു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഏതൊരു ടെക്നിക്കൽ എക്സാം എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ഇലക്ട്രിക്കൽ എക്സാം എടുത്തു കഴിഞ്ഞാലും, അത് ഒരു ITI ലെവലായിക്കോട്ടെ, ഒരു ഡിപ്ലോമ ലെവലായിക്കോട്ടെ, ഒരു ഡിഗ്രി ലെവലായിക്കോട്ടെ, അതിൽ കൂടുതലായിക്കോട്ടെ, ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തതായാലും അതിനകത്ത് പവർ സിസ്റ്റം ജനറേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങളിപ്പോൾ SSC JEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, RRB JE ആയിക്കോട്ടെ, കേരള PSCയുടെ സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഓവർസിയർ പോലെയുള്ള പരീക്ഷകളായിക്കോട്ടെ, ട്രേഡ്സ്മാൻ ആയിക്കോട്ടെ, ലൈൻമാൻ ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ പൊതുവെ പഠിക്കേണ്ട ഒരു സാധനമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടും ഇത് യൂസ്ഫുള്ളാണ്. അതുകൂടാതെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ 15ാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. റെഡിയല്ലേ? നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോനെ പാർട്ട് 15 വീഡിയോ ഓഫ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ സീരീസ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതൊരു ഇലക്ട്രിക്കൽ എക്സാമുകളുമായി ബന്ധപ്പെട്ടിട്ട് നോട്ടിഫിക്കേഷൻസ്, ന്യൂസുകൾ, എക്സാം ടിപ്പുകൾ, ദെൻ കുറച്ച് ക്ലാസ്സുകൾ അല്ലേ, അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? പേര് പോലെ തന്നെ ജലവൈദ്യുത നിലയങ്ങൾ അല്ലേ. ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഏതൊരു എക്സാമിന് പഠിക്കുന്ന ആളായിക്കോട്ടെ, എത്ര വർഷം ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, ദെൻ ITI സിലബസാണ് നമ്മൾ ബേസ് വെക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ ITI സിലബസ് മുതലുള്ള ആൾക്കാർ കാണും. ITI, ഡിപ്ലോമ, ഡിഗ്രി, അതിന് മുകളിലോട്ടുള്ള എല്ലാവരും കാണും. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? ജലവൈദ്യുത നിലയങ്ങൾ അല്ലേ. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 60% കൂടുതലും എന്താണ്, ജലവൈദ്യുത നിലയങ്ങളാണ്. ബാക്കിയുള്ളതോ താപവൈദ്യുത നിലയങ്ങൾ അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ദെൻ സോളാർ, അങ്ങനെയുള്ള ഡീസൽ പവർ പ്ലാന്റ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്താണ്? ജലത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഓക്കെ, ജലത്തിൻ്റെ സ്ഥിതികോർജ്ജവും അതേപോലെ ഗതികോർജ്ജവും, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്തിട്ട് ടർബൈൻ, ഓക്കെ, പ്രൈം മൂവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ടർബൈനാണ് കേട്ടോ. ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ടർബൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ജനറേറ്റർ കറക്കി നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, പവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരായിരിക്കും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഏതൊരു പവർ പ്ലാന്റിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, എക്സെപ്റ്റ് ഇപ്പം നിങ്ങൾ ഡീസൽ പവർ പ്ലാന്റ് കൂട്ടണ്ട, അല്ലാതെ ഒരു സ്റ്റീം പവർ പ്ലാന്റ്, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതിനകത്തൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു ജനറേറ്റർ ഉണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ആ ജനറേറ്റർ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കിയിൽ 130 മെഗാവാട്ടിൻ്റെ 6 ജനറേറ്റേഴ്സ് ആണുള്ളത്. 130 മെഗാവാട്ടിൻ്റെ 6 ജനറേറ്റേഴ്സ്. അപ്പോൾ എത്രയായി? 600ഉം 780 മെഗാവാട്ടാണ് അല്ലേ. മനസ്സിലാക്കുക, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇതൊക്കെ കേരള PSCയുടെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ജനറേറ്റർ 130 മെഗാവാട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള 6 ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 6 ജനറേറ്റേഴ്സ് എനിക്ക് പ്രവർത്തിപ്പിക്കണം. ജനറേറ്ററിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വഴി? നമ്മളൊരു പ്രൈം മൂവർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. പ്രൈം മൂവർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു ഫ്ലൈ വീൽ പോലത്തതോ എന്തെങ്കിലും ഒരു മെക്കാനിസം യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ടർബൈൻസ് ആണ് യൂസ് ചെയ്യുക. ഈ ടർബൈനും ഈ ജനറേറ്ററിൻ്റെയും റോട്ടേഴ്സ് എന്താണ്? ഒരു ഷാഫ്റ്റ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജനറേറ്റർ റോട്ടർ കറങ്ങും വഴിയാണെങ്കിൽ ടർബൈൻ കറങ്ങും അല്ലേ, സ്വാഭാവികമാണ്. ഓക്കെ, അത് നേരെ തിരിച്ച് പറഞ്ഞേ, ടർബൈൻ കറങ്ങുകയാണെങ്കിൽ ജനറേറ്ററിൻ്റെ റോട്ടർ കറങ്ങും. എനിക്ക് ജനറേറ്ററിൻ്റെ റോട്ടർ കറക്കണം, അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ടർബൈൻ്റെ റോട്ടർ കറക്കണം. അതാണ് എൻ്റെ മോട്ടീവ്.
ഇനി ടർബൈൻ്റെ റോട്ടർ നമുക്ക് എങ്ങനെയൊക്കെ കറക്കാം? യെസ്, എനിക്ക് വേണമെങ്കിൽ കുറേ വെള്ളം അല്ലേ, കുറേ വെള്ളം വളരെ ശക്തിയായിട്ട് ടർബൈൻ്റെ ബ്ലേഡുകളിൽ പതിപ്പിക്കാം. ഓക്കെ, ടർബൈൻ ഏകദേശം ഇങ്ങനെയുണ്ട് വിചാരിച്ചേ. ഇതാണ് എൻ്റെ ടർബൈൻ എന്ന് വിചാരിച്ചോ. ടർബൈൻ്റെ ബ്ലേഡുകളാണ് ഇത് 1 2 3 4 അങ്ങനെ ടർബൈൻ ബ്ലേഡാണ്. ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ശക്തിയായിട്ട് ഒരു നോസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, വെള്ളം ഞാൻ ഇതിൻ്റെ ബ്ലേഡുകളിൽ പതിപ്പിക്കും, ടർബൈൻ ബ്ലേഡിൽ പതിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഇത് താഴോട്ടേക്ക് പോയി, അടുത്ത ബ്ലേഡ് വന്നു, താഴോട്ടേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്തു, ഈ ടർബൈൻ കറങ്ങി, അല്ലെ ഈ ടർബൈൻ ഒരു നിശ്ചിത സ്പീഡിൽ കറങ്ങി. അപ്പോൾ ഈ ടർബൈൻ കറങ്ങുമ്പോൾ ടർബൈനുമായിട്ട് നമ്മൾ കപ്പിൾ ചെയ്തിട്ടുള്ള ഈ ജനറേറ്ററിൻ്റെ റോട്ടറും കറങ്ങും. സോ നമുക്ക് ജനറേറ്ററിൻ്റെ റോട്ടർ കറങ്ങി. ജനറേറ്റർ പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്ങനെയാണ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എത്തുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. യെസ്, സോ റോട്ടർ കറങ്ങുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ടർബൈൻ കറക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടീവ്. സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വെള്ളം വളരെ ശക്തിയായിട്ട് പതിപ്പിക്കാം, അല്ലെങ്കിൽ സ്റ്റീം, ഓക്കെ, നീരാവി, നല്ല സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീം എനിക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നോസിൽ വെച്ച് അടിപ്പിക്കാം, അങ്ങനെ വേണമെങ്കിൽ കറപ്പിക്കാം. അതിന് പറയുന്ന പേരാണ് സ്റ്റീം പവർ പ്ലാന്റ്. വെള്ളം ഫോഴ്സിൽ നമ്മൾ പതിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലുള്ള ടർബൈനാണ്. ഓക്കെ, സോ ആ രീതിയിൽ generating station which utilize the power energy, okay, the potential energy of water at a high level or for the generation of electrical energy is known as hydroelectric power plant. അതായത് വെള്ളത്തിൻ്റെ സ്ഥിതികോർജ്ജം, ഓക്കെ, നമ്മളൊരു ഹൈ ലെവലിലുള്ള ഒരു വെള്ളത്തിൻ്റെ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിൻ്റെ സ്ഥിതികോർജ്ജം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു പവർ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കേട്ടോ. ഞാനൊരു ഫിഗർ കാണിച്ചിട്ടുണ്ടോ, ഈ ഒരു ഫിഗർ പറയുന്നത് നമ്മുടെ മൂലമറ്റം പവർ പ്ലാന്റിൻ്റെ ഫിഗറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ഇതൊരു പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡാം ഉള്ളത് ഇടുക്കിയുടെ ഡാമാണ്. ഓക്കെ, ഇടുക്കി ഡാമില്ലേ, വലിയ ഇടുക്കി ഡാം അല്ലേ, ആ ഇടുക്കി ഡാം കുറച്ച് ദൂരത്താണ്, മൂലമറ്റം പവർ സ്റ്റേഷൻ വേറെ ദൂരത്താണ്. സോ ഇടുക്കി ഡാമിൽ നമ്മൾ എന്ത് ചെയ്തു, റിസർവോയർ ഉണ്ട്, അതിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ട്, ഡാം വെച്ച് നമ്മളൊരു നിശ്ചിത ഹെഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് പെൻസ്റ്റോക്ക് കുഴലുകൾ വരുന്നുണ്ട് കേട്ടോ. പെൻസ്റ്റോക്ക് എന്താ, ഈ വെള്ളം ക്യാരി ചെയ്യുന്ന ആ പൈപ്പിന് പറയുന്ന പേരാണ്, കോൺഡ്യൂട്ടിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക് കേട്ടോ. ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് കേട്ടോ, ഇങ്ങനെ വരുന്നത് കണ്ടോ. യെസ്, ആ പെൻസ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ. ഇതിനകത്താണ് നമ്മുടെ ജനറേറ്റേഴ്സ് ഉണ്ടാവുക കേട്ടോ, ഇതിനകത്താണ് നമ്മുടെ ജനറേറ്റേഴ്സ് ഉണ്ടാവുക. സോ അത്രയും ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിന് എന്ത് കൂടുതലായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. ആ ഹൈ പൊട്ടൻഷ്യൽ എനർജിയിലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യും, ഈ ജനറേറ്ററിൻ്റെ അടുത്തേക്ക്, ഓക്കെ, ആദ്യം ടർബൈനുകളിലേക്ക് പതിപ്പിക്കും. സോ ടർബൈൻ നല്ല സ്പീഡ് കറങ്ങും, അതേ സ്പീഡിൽ നമ്മൾ ജനറേറ്ററിൻ്റെ റോട്ടറും കറങ്ങും, അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഒരു നല്ല ഫിഗർ ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ, റിസർവോയറിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഓക്കെ, റിസർവോയറിൻ്റെ ധർമ്മം എന്താണ്, നമുക്ക് വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു സ്റ്റോറേജ് സാധനമാണ് റിസർവോയർ. ഇനി ഡാം എന്താണ്, ഡാം എന്ന് പറയുന്നത് ഹെഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധനമാണ് ഡാം കേട്ടോ. ഓർത്ത് വെക്കുക, ഓരോ സാധനത്തിൻ്റെയും ധർമ്മം എന്താണ് ചോദിക്കാറുണ്ട്. സോ റിസർവോയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ധർമ്മം എന്താണ് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ ഹെഡ് ഒന്നും കൊടുത്തേക്കരുത്. അതുപോലെ ഡാം എന്തിനാണ്, ഡാം എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു ഉപാധിയല്ല, റിസർവോയർ ആണ് വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു ഉപാധി. ദെൻ ഡാം എന്ന് പറയുന്നത് അതൊരു ഹെഡ്, ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യൻറ്റ് ഹെഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡാമിൻ്റെ പർപ്പസ്. ഇനി ഇവിടെ ട്രാഷ് ട്രാക്ക് കണ്ടിട്ടുണ്ടാകും. ട്രാഷ് ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ വെള്ളം പെൻസ്റ്റോക്കിലേക്ക് കയറുന്ന ഇൻടേക്ക് എന്ന് പറയും കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ഇൻടേക്ക് എന്നാണ്. സോ അവിടെ എന്താണ്, സെഡിമെൻറ്റേഷനോ എന്തെങ്കിലും സെഡിമെൻസോ അതേപോലെ മരക്കഷ്ണങ്ങളോ ചളിയോ അല്ലെങ്കിൽ മറ്റ് ചപ്പ് ചവറുകളൊക്കെ നമ്മുടെ പെൻസ്റ്റോക്കിലേക്ക് കയറി കഴിഞ്ഞാൽ അത് മോശമാണ്. കാരണം ഇത് നേരെ പോകുന്ന ഇവിടത്തേക്കാണ്, ടർബൈനിലേക്കല്ലേ, ടർബൈൻ ബ്ലേഡുകളിലേക്ക് പതിക്കുന്നതുകൊണ്ട് അത് ആഘാതം ഉണ്ടാക്കാനും അത് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ മെറ്റലിൻ്റെ ഒരു ഗ്രിൽസ് പോലെ നമ്മളവിടെ പണിയും. സോ ദാറ്റ് ഈ സാധനങ്ങൾ വേസ്റ്റുകളൊന്നും അതിലേക്ക് പെൻസ്റ്റോക്കിൻ്റെ അകത്തേക്ക് കയറില്ല. ഓക്കെ, അതിൻ്റെ പേരാണ് ട്രാഷ് ട്രാക്ക് കേട്ടോ. ദെൻ കൺട്രോൾ ഗേറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുക. ദെൻ റിസർവോയറിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു, ഡാമിൻ്റെ പർപ്പസും പറഞ്ഞു. ഇനി സ്പിൽവേ എന്ന് പറയുന്നത് റിസർവോയറിലെ വെള്ളം നമ്മുടെ ആവശ്യത്തിലധികം വരികയാണെങ്കിൽ, ആ ഒരു ലെവലിലും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി പാത്ത് ഒരുക്കുന്ന ആരാണ്, അത് സ്പിൽവേ ആണ് കേട്ടോ. ആ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരുന്നതോ അധികമായിട്ട് വരുന്ന വെള്ളത്തിനോ പുറത്ത് സേഫായിട്ട് പോകാനുള്ള ഒരു വഴിയാണ് സ്പിൽവേ. ദെൻ ഫിഷസിന് പോകാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഡാമിലെ ഫിഷസിന് മുകളിലേക്കും താഴേക്കും പോകാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളൊരു സ്റ്റെപ്പായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതിനാണ് ഫിഷ് വേ എന്ന് പറയുക. ഇനി വെള്ളം പെൻസ്റ്റോക്കിൽ കൂടി എന്ത് ചെയ്യുന്നു, താഴേക്ക് വന്നു.
പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ വെള്ളം ക്യാരി ചെയ്യുന്ന കോൺക്രീറ്റ് കൊണ്ടോ മെറ്റൽ കൊണ്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ കോണ്ടിയൂട്ടിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. ഓക്കെ, വെള്ളം താഴേക്ക് വന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ വെള്ളം നേരെ ടർബൈനിൽ പതിക്കുന്നു. കണ്ടോ, വെള്ളം വന്നു, അതിങ്ങനെ ടർബൈനിൽ പതിക്കുന്നു. ആ ടർബൈൻ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും അല്ലേ, ടർബൈനെ കറക്കും ഈ വെള്ളം. ഓക്കെ, ടർബൈനെ കറക്കി. ടർബൈനെ കറക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നത്, ടർബൈനും ജനറേറ്ററിൻ്റെ റോട്ടറും എന്താണ് സെയിം ഷാഫ്റ്റിലാണ് കേട്ടോ, നമ്മളവിടെ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്ററിൻ്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. സോ യെസ്, ജനറേറ്റർ കറങ്ങുന്നതോടുകൂടി അവിടെ യെസ് പവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത് നിശ്ചിത മെഗാവാട്ടിലുള്ള ജനറേറ്റർ ആയിരിക്കും. സോ അത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് വഴി, ഓക്കെ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 80 മെഗാവാട്ടാണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു 100 MVA ട്രാൻസ്ഫോമർ ഒക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കടത്തിവിടും അല്ലേ. സോ നമ്മൾ സാധാരണയായിട്ട് 11 kV ആണ് ജനറേഷൻ വരിക. ഓക്കെ, കേരളത്തിലും ഇന്ത്യയിലൊക്കെ എന്താണ് 11 kV ചെറിയ വരിക. ദെൻ ചെറിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു പവർ പ്ലാന്റിൻ്റെ പുറത്തേക്ക് പോകുന്ന വേസ്റ്റായിട്ട് പോകുന്ന വെള്ളം ഉണ്ടാവും. അതിന് ടെയിൽ റേസ് എന്ന് പറയും. ഓക്കെ, എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകി പോകുന്ന വെള്ളം ടെയിൽ റേസ്. അപ്പോൾ ടെയിൽ റേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെയൊക്കെ വോൾട്ടേജ് ഈ പറയുന്ന 11 kV ഒന്നും ഉണ്ടാവില്ല, ഒരു 3.3 kV അതിലൊക്കെയാണ് നമ്മൾ ചിലപ്പം ജനറേറ്റ് ചെയ്യുക. സോ നോർമലി 11 kV ആണ് ജനറേഷൻ വോൾട്ടേജ് വരിക. നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിഷന് ഏറ്റവും നല്ലത് ഹൈ വോൾട്ടേജസ് ആണ്. അപ്പോൾ നമുക്ക് ലോസസ് കുറയും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ജനറേറ്റിംഗ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാകും കേട്ടോ ഇവിടെ. യെസ്, അത് ഇപ്പോൾ 11 kV ബാർ 110 kVയോ അല്ലെങ്കിൽ 110 ബാർ 220 ഒക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ട്രാൻസ്മിഷൻ ഗ്രിഡുകൾ വഴി നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി പവർ ഹൗസ് എന്ന് പറയുന്നത് ഈ ജനറേറ്ററും അതിൻ്റെ കൺട്രോൾ റൂമും അനുബന്ധ ഉപാധികളും ഒക്കെ ക്യാരി ചെയ്യുന്ന ആ ഒരു കെട്ടിടത്തിന് പറയുന്നവരാണ് പവർ ഹൗസ് കേട്ടോ, പവർ ഹൗസ്. ടർബൈൻ പറഞ്ഞു. ഇനി ഔട്ട്ഫ്ലോ, ഡ്രാഫ്റ്റ് ട്യൂബ് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അത് ഞാൻ അടുത്തൊരു ഫിഗറിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഡ്രാഫ്റ്റ് ട്യൂബ് യെസ്. അങ്ങനെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ പറയുന്നവരാണ് ടെയിൽ റേസ് എന്ന് പറയും കേട്ടോ. പുറത്തേക്ക് പോകുന്നത് ടെയിൽ റേസ് എന്ന് പറയും. അതുകൂടി ഒന്ന് ഓർത്ത് നോക്കുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ അടുത്ത സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ഓക്കെ അല്ലേ? യെസ്, ഇതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒരു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ടൈപ്പ് ഒരു എന്താ പറയുക, ഒരു ആനിമേഷൻ പോലെയുണ്ടല്ലേ. സോ മനസ്സിലാക്കുക, ഒരു റിസർവോയറിൽ വെള്ളം നമ്മൾ കെട്ടി നിർത്തും. ഓക്കെ, ഹെഡ് പോണ്ട് എന്നും പറയും. ഓക്കെ, റിസർവോയറിലെ വെള്ളം താൽക്കാലികമായിട്ട് നമുക്കൊരു സ്ഥലത്ത് കെട്ടി നിർത്തിയിട്ട് അതിൽ നിന്ന് പെൻസ്റ്റോക്കിൽ പോവുകയാണെങ്കിൽ ഓക്കെ, ആ താൽക്കാലികമായിട്ട് കെട്ടി നിർത്തുന്ന സ്ഥലത്തിന് പറയുന്നവരാണ് ഹെഡ് പോണ്ട് കേട്ടോ. ഹെഡ് പോണ്ട് എന്ന് പറയും. ഇപ്പോൾ വാട്ടർ ഇൻടേക്ക് വഴി നമ്മുടെ പെൻസ്റ്റോക്കിൽ കൂടി വെള്ളം അകത്തേക്ക് കയറി. നിങ്ങൾ നോക്കിയേ, വെള്ളം അകത്തേക്ക് കയറി, എന്നിട്ട് നേരെ നമ്മുടെ ടർബൈൻ ബ്ലേഡുകളെ റൊട്ടേറ്റ് ചെയ്യിച്ചു. ഓക്കെ, ടർബൈൻ ബ്ലേഡുകൾ പതിച്ചു, ടർബൈൻ റൊട്ടേറ്റ് ചെയ്തു. ദെൻ അതുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ള ജനറേറ്ററും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ യെസ്, നമ്മുടെ പവർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് വഴി, ട്രാൻസ്മിഷൻ ലൈൻ വഴി നമ്മൾ ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു അല്ലേ. ഈ ഡ്രാഫ്റ്റ് ട്യൂബ്, ഓക്കെ, ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഹെഡ് ഏകദേശം എത്ര ഉണ്ടാവുക സാധാരണ നോർമലി? ഇത് മുതൽ നമ്മുടെ ടർബൈൻ ബ്ലേഡ് അല്ലേ, ഇതാണ് നമ്മുടെ ടർബൈൻ ബ്ലേഡായിട്ട് വരിക. ഓക്കെ, യെസ്, ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഹെഡ് അല്ലേ. ഇതാണ് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഹെഡ്. അപ്പോൾ ഈ ഹൈ വെലോസിറ്റിയിലുള്ള ഹൈ ഹെഡിൽ കിടക്കുന്ന വെള്ളം, അതിൻ്റെ സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കൈനറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ടർബൈനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്ത വെള്ളം എന്ത് ചെയ്യും, വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകും അല്ലേ, വേസ്റ്റ് വാട്ടറായിട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകാൻ നമ്മൾ സമ്മതിക്കാതെ, അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഫോഴ്സ്ലി പോകാൻ സമ്മതിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന വെള്ളത്തിനെ ടെയിൽ റേസിലേക്ക് കടത്തിവിടുക. ഡ്രാഫ്റ്റ് ട്യൂബ് പറയുന്നത് ഒരു പ്രത്യേക ഷേപ്പിലുള്ളൊരു ട്യൂബാണ്. സോ അതെന്ത് ചെയ്യുന്ന അറിയാം, ഈ വെള്ളത്തിൻ്റെ കുറച്ചുകൂടി എനർജി ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് കാരണമാകും. അതുകൂടാതെ നിലവിലെ ഹെഡ് ഇത്രത്തോളമാണെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ത് ചെയ്യും, യെസ്, ഈ വെള്ളത്തിനെ ഇവിടെ വെച്ച് ഫ്രീ ആയിട്ട് പോകാൻ സമ്മതിക്കാതെ അതിനൊരു പാത്ത് ഒരുക്കും. സോ ഹെഡ് നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റീവ്ലി ഇത്ര കൂടി കൂട്ടിച്ചേർക്കാം. സോ പ്ലസ് ഹെഡ്. ഓക്കെ, സോ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി അഡീഷണൽ ഹെഡ് വരുന്ന ഒരു എഫക്റ്റ് നമ്മുടെ പവർ പ്ലാന്റിന് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട്സിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ആ ഒരു ഷേപ്പ് കാരണം നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു അഡീഷണൽ ഹെഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നു. അതുകൂടാതെ യെസ്, ഇവിടെ കുറച്ചുകൂടി എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്ന് ഓർത്ത് വെക്കുക. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നോക്കിയാലോ. യെസ്, ഇതൊരു പവർ പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, നിങ്ങൾ സാധാരണ ഒരു പവർ പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടുക്കി ഡാമൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോഴെന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഈ ഡാമിൽ കൂടി നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും അല്ലേ.
യെസ്, ഡാമിൽ കൂടി നിങ്ങൾ നടന്നിട്ടുണ്ടാവും. ദെൻ അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ ഉണ്ട്. അതാണ് നമ്മുടെ മൂലമറ്റം അല്ലേ. മൂലമറ്റത്താണ് അതിൻ്റെ പവർ സ്റ്റേഷൻ ഉള്ളത്. അതൊരു അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനാണ്. സോ നിങ്ങൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ഡാമും ഷട്ടറുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഷട്ടറാണല്ലേ. ഇപ്പം ഇറിഗേഷൻ്റെ പർപ്പസിനോ അല്ലെങ്കിൽ വാട്ടർ ലെവൽ കൂടുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഷട്ടറുകൾ ഓപ്പൺ ചെയ്യും. അതല്ല നമ്മുടെ പെൻസ്റ്റോക്ക് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതൊന്നും അല്ല നമ്മുടെ പെൻസ്റ്റോക്ക്. ഇതൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ, ഇവിടെ ഒരു സാധനം കണ്ടോ, ഇതാണ് പെൻസ്റ്റോക്ക്. അപ്പോൾ ഈ നമ്മുടെ ഷട്ടറുകൾക്ക് പെൻസ്റ്റോക്കുമായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്കുകൾ. ഓക്കെ, യെസ്. ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും കണ്ടോ ഈ ഷട്ടറുകൾ തന്നെയാണോ ഈ പെൻസ്റ്റോക്ക്. കണ്ടോ, ഇത് ഏകദേശം ഫിഗർ കാണുമ്പം ഷട്ടറുകൾ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഷട്ടറുകളല്ലാതെ മനസ്സിലാക്കുക കേട്ടോ. ഷട്ടർ വേറെ, പെൻസ്റ്റോക്ക് വേറെ. സോ ഇതിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടോ മറ്റാവശ്യങ്ങൾക്കോ വേണമെങ്കിൽ വെള്ളം എടുക്കാം. അല്ലെങ്കിൽ റിസർവോയറിൻ്റെ നില ഉയരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ പെൻസ്റ്റോക്ക് വേറെ തന്നെ കണ്ടോ. പെൻസ്റ്റോക്ക് വഴി നമ്മൾ നേരെ ജനറേറ്റിംഗ് സ്റ്റേഷനിലേക്ക് കൊടുത്തു. ചിലപ്പോൾ ടർബൈനുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, ജനറേറ്റേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള വെള്ളം എന്താണ് ടെയിൽ റേസ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു അല്ലേ. യെസ്, ഇത് വേറൊരു ഫിഗറാണ്. അമേരിക്കയിലുള്ള വേറൊരു ഡാമാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ സാധാരണയായിട്ടുള്ള യെസ് റിസർവോയറും ഡാമും ദെൻ ഷട്ടറുകളും. ദെൻ പെൻസ്റ്റോക്ക് വേറെ തന്നെ കണ്ടോ വേറെ തന്നെ പെൻസ്റ്റോക്ക് അല്ലേ, വേറെ തന്നെ പെൻസ്റ്റോക്ക്. ദെൻ ഇതാണ് പവർ പ്ലാന്റ് കണ്ടോ. ഈ പെൻസ്റ്റോക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ദെൻ ഇവിടെ പവർ പ്ലാന്റ്. ദെൻ ടെയിൽ റേസ്, പുറത്തേക്ക് പോകുന്ന വെള്ളം ടെയിൽ റേസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഫിഗർ പുതിയത് കാണിക്കുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ നിങ്ങൾ ചിലപ്പോൾ ഇടുക്കി മൂന്നാറൊക്കെ ടൂർ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അല്ലേ. ഞാനും കുറേ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്കുകൾ കേട്ടോ. ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്കുകൾ. സോ ഈ പെൻസ്റ്റോക്കുകളിൽ എന്താണ് ഉണ്ടാവുക, യെസ് നമ്മുടെ ടർബൈനുകൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത് ക്യാരി ചെയ്യുന്നത് നമ്മുടെ പെൻസ്റ്റോക്കുകളാണ്. അത് കോൺക്രീറ്റോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. വാട്ടർ ക്യാരി ചെയ്യുന്ന കോൺഡ്യൂട്ടോ, ഓക്കെ, അതാണ് പെൻസ്റ്റോക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഇവിടെയായിരിക്കും നമ്മുടെ വലിയ ഡാമും റിസർവോയറൊക്കെ ഉണ്ടാവുക. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആവശ്യത്തിന് വെള്ളം നേരെ ജനറേറ്റിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. യെസ്, സോ നമുക്ക് ഓരോരോ ടേംസ് ആയിട്ട് നോക്കിയാലോ. ആദ്യം പറയുന്നത് വാട്ടർ റിസർവോയർ. എന്താണ് വാട്ടർ റിസർവോയർ? ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് വരുന്ന വാട്ടർ റിസർവോയർ ആണ്. പർപ്പസ് ഈസ് ടു സ്റ്റോർ വാട്ടർ. കണ്ടോ, ഇത് ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ എന്താണ് ഒരു വാട്ടർ റിസർവോയറിൻ്റെ പർപ്പസ്? ഓക്കെ, എന്താണ് വാട്ടർ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ റിസർവോയറിൻ്റെ എന്താണ് ഇത് പറയുക അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ടർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപാധിയുടെ പേരെന്താണ് ചോദിക്കുമ്പോൾ റിസർവോയറും കൊടുക്കും, ഡാമും കൊടുക്കും. പലരും ഡാമിലേക്ക് പോയിട്ട് കുത്തും. മനസ്സിലാക്കുക, ഡാമിൻ്റെ പർപ്പസ് എന്താ, എന്തിനാണ് നമ്മൾ ഡാം യൂസ് ചെയ്യുന്നത്? ഡാമിൻ്റെ പർപ്പസ് ആ ഹെഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വെള്ളം കെട്ടി നിർത്തുക എന്നുള്ള ഉദ്ദേശം ആർക്കാണ്? അത് വാട്ടർ റിസർവോയറിനാണ്. ദെൻ സഫിഷ്യൻറ്റ് ഹെഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഡാമിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. യെസ്, സോ പർപ്പസ് ഈസ് ടു സ്റ്റോർ വാട്ടർ. ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഓരോ മാർക്കുകളാണ്. ഓർത്ത് വെക്കണേ, എഴുതി വെക്കണേ. വിച്ച് മേ ബി യൂട്ടിലൈസ് ടു റൺ ദി പ്രൈം മൂവർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് പവർ. റിസർവോയർ സ്റ്റോർസ് വാട്ടർ ഡ്യൂറിങ് ദി റെയിനി സീസൺ ആൻഡ് സപ്ലൈസ് ഡ്യൂറിങ് ദി ഡ്രൈ സീസൺ അല്ലേ. ഇപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസർവോയറുകളിൽ വെള്ളം ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇടുക്കി പവർ പ്ലാന്റ് അല്ലേ. ഇടുക്കി പവർ പ്ലാന്റ് ചിലപ്പം 100% ഇപ്പോൾ 780 മെഗാവാട്ടിലും ഇപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? യെസ്, 24 മണിക്കൂറും ഈ പവർ പ്ലാന്റ് ഓടിക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം അല്ലേ. സോ നമ്മളെപ്പോഴും ഈ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും, യെസ് ഈ വേനൽക്കാലത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. അതായത് യെസ് ഇപ്പോൾ എത്ര നമുക്ക് ഉപയോഗമുണ്ട്, പഴയ ഹിസ്റ്ററി അനുസരിച്ച് വേനൽക്കാലത്ത് നമുക്ക് എത്രത്തോളം ആവശ്യം വേണ്ടി വരും, അതിന് എത്രത്തോളം വെള്ളം ആവശ്യം വേണ്ടി വരും, അത്രയും വെള്ളം നമ്മുടെ ഡാമിലുണ്ടോ, സോ നമ്മൾ ഇപ്പോൾ എത്ര വെള്ളം ഉപയോഗിക്കണം, അതൊക്കെ ആലോചിച്ചിട്ടാണ് നിലവിൽ KSEB ആയാലും ഏതൊരു യൂട്ടിലിറ്റി ആയാലും വർക്ക് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റിസർവോയറിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 24 മണിക്കൂറും ആ ഡാം ഓപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, കാരണം എന്താണ്, നമ്മളിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യും ഭാവിയിൽ ഇപ്പോൾ 12 മാസവും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഉണ്ടോ, അത്രത്തോളം പര്യാപ്തമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഡാം കേട്ടോ. പോയിന്റ് പ്രൊവൈഡ് എ ഹെഡ് ഓഫ് വാട്ടർ ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി വാട്ടർ ടർബൈൻ കേട്ടോ. ഹെഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡാമിൻ്റെ പർപ്പസ്. ഓക്കെ, സഫിഷ്യൻറ്റ് ഹെഡ് പ്രൊവൈഡ് ചെയ്യാൻ. ആ വേർഡ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാമുകളിൽ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നെയിം ദി പാർട്ട് ഓഫ് എ പവർ പ്ലാന്റ് വിച്ച് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഹെഡ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കാറുള്ളത് ഡാമാണ്, ഓർത്ത് വെക്കുക. ഹെൽപ്സ് ടു ഇൻക്രീസ് ദി വർക്കിംഗ് ഹെഡ് ഓഫ് ദി പവർ പ്ലാന്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ട്രാഷ് റാക്ക്.
പ്രിവെൻറ്റ് എൻറ്ററിങ് ദി ഡെബ്രിസ് വിച്ച് മേ ഡാമേജ് ദി ടർബൈൻ റണ്ണേഴ്സ്. ഓക്കെ, ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ ഈ അവശിഷ്ടങ്ങൾ കേട്ടോ. ഇപ്പം ചപ്പുചവറുകളാവാം, മരങ്ങളുടെ അവശിഷ്ടങ്ങളാവാം, ചളിയാവാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ടർബൈൻ റണ്ണേഴ്സിനൊക്കെ ഡാമേജ് ചെയ്യുന്ന ഇത്തരം ഡെബ്രിസുകൾ എൻ്റർ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ആ ഒരു ഫിഗർ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, മെയ്ഡ് ഓഫ് സ്റ്റീൽ ബാർസ് പ്ലേസ്ഡ് അക്രോസ് ദി ഇൻടേക്ക് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പെൻ സ്റ്റോക്ക്. ഉണ്ടോ, പെൻ സ്റ്റോക്കിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും നമ്മൾ ഈ സാധനം വെച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫോർബേ എന്താണ്? ഇറ്റ് ഈസ് എൻ എൻലാർജ്ഡ് ബോഡി ഓഫ് വാട്ടർ ജസ്റ്റ് അപ്സ്ട്രീം ഓഫ് ദി പെൻ സ്റ്റോക്ക് കേട്ടോ. ഈ ഹെഡ് പോണ്ടിന് പറയുന്ന വേറൊരു പേരാണ് ഫോർബേ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വലിയ സ്റ്റോറേജിൽ എൻ്റെ റിസർവോയറിലുണ്ട് അല്ലേ? റിസർവോയറിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ളത് റിസർവോയറിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസർവോയറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വേറൊരു ചെറിയ ടെമ്പററി സ്റ്റോറേജ് ആക്കാം. എന്നിട്ട് ആ ടെമ്പററി സ്റ്റോറേജിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറേയധികം പെൻ സ്റ്റോക്കുകൾ കണക്ട് ചെയ്യാം. ഓക്കെ, സോ അത്തരത്തിൽ ഫോർബേ സെർവ്സ് ആസ് റെഗുലേറ്ററി റിസർവോയർ സ്റ്റോറിംഗ് വാട്ടർ ടെമ്പററിലി വെൻ ദി ലോഡ് ഓൺ ദി പ്ലാന്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ദി സപ്ലൈ എക്സ്ട്രാ വാട്ടർ റിക്വയർഡ് വെൻ ലോഡ് ഇൻക്രീസസ് സഡൻലി. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് പെൻ സ്റ്റോക്കുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ്, ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോർബേ അറേഞ്ച്മെൻറ്റ് കൊടുക്കും, ഒരു ടെമ്പററി സ്റ്റോറേജ് ഓഫ് വാട്ടർ കൊടുക്കും. വേണമെങ്കിൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് അവിടെ വെക്കാം. ദെൻ പെട്ടെന്ന് ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ ഒരു ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഫോർബേ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു റിസർവോയർ, അതാണ് മീനിങ്. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് റിവർ വാട്ടർ ടു വേരിയസ് പെൻ സ്റ്റോക്ക് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോർബേയിൽ നിന്ന് പെൻ സ്റ്റോക്കുകൾ കണക്ട് ചെയ്യാം. ഓൾസോ നോൺ ആസ് ഹെഡ് പോണ്ട് എന്നും നമ്മൾ പറയും. അതിൻ്റെ വേണമെങ്കിൽ ഫോർബേൻ്റെ വേണമെങ്കിൽ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ചെയ്താലും കിട്ടും. ഒരു ചെറിയൊരു വാട്ടർ സ്റ്റോറേജ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ഫോർബേ എന്ന് പറയുന്നത്. ദെൻ സർജ് ടാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സർജ് ടാങ്ക് നിങ്ങൾ ചിലപ്പം ഈ ഫിഗറിൽ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇതാ ഇങ്ങനെയാണ് സർജ് ടാങ്കിൻ്റെ ഒരു ഏകദേശ ഫിഗർ എന്ന് പറയുന്നത്. നമ്മുടെ പെൻ സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഈ ഒരു സർജ് ടാങ്ക് വെച്ചിട്ടുണ്ടാവുക. അതിൻ്റെ പർപ്പസ് എന്താണ്, നിങ്ങൾ കണ്ടോ, ഒരു ഹൈ ഹെഡിലല്ലേ നമ്മുടെ ഈ വെള്ളം ഉള്ളത് അല്ലേ? ഹൈ ഹെഡിൽ നമ്മുടെ വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെൻ സ്റ്റോക്കിൽ കൂടി പോകുന്നു അല്ലേ? പെൻ സ്റ്റോക്കിൽ കൂടി പോകുന്നു. അപ്പോൾ നിലവിൽ എനിക്ക് ഒരു 100 മെഗാവാട്ട് ജനറേഷൻ ഉണ്ട് വിചാരിച്ചോ. പെട്ടെന്ന് ലോഡ് കുറഞ്ഞു. ഓക്കെ, ലോഡ് കുറഞ്ഞു. ഇപ്പോൾ ഒരു 50 മെഗാവാട്ടേ വേണ്ടിയുള്ളൂ. ഓക്കെ, 50 മെഗാവാട്ട് മാത്രമേ ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജനറേഷൻ കുറക്കും അല്ലേ? ഒന്നുകിൽ ഏതെങ്കിലും ജനറേറ്റേഴ്സ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറക്കും. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക, ഏതെങ്കിലും ചെറിയ ജനറേറ്റേഴ്സ് ഓഫ് ചെയ്യും. ഇപ്പോൾ ഈ 100 മെഗാവാട്ട് പറയുമ്പോൾ 100 മെഗാവാട്ടിൻ്റെ ഒരു ജനറേറ്റർ ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ 25ൻ്റെ 4 ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 2 ജനറേറ്റേഴ്സ് ഓഫ് ചെയ്യും. അപ്പോൾ അത്രയും നേരം ഹൈ വെലോസിറ്റിയിൽ ഹൈ പ്രഷറിൽ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം ഞാൻ എന്ത് ചെയ്തു, ടർബൈൻ്റെ ഇൻലെറ്റ് ക്ലോസ് ചെയ്യുന്നത് വഴി അവിടെ സ്റ്റോപ്പ് ചെയ്തു അല്ലേ? അവിടെ ഒരു സംഭവം എന്താ ഉണ്ടാവുക, അത്രയും പ്രഷറിൽ വരുന്ന വെള്ളം ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം അവിടെ ഒരു ഹിറ്റിംഗ് ആണ് ഉണ്ടാവുക, ഒരു ഹിറ്റിംഗ് തോന്നും അല്ലേ? അത് എവിടെയാണ് ഉണ്ടാവുക, ഈ പെൻ സ്റ്റോക്കിൻ്റെ പൈപ്പുകളിലുണ്ടാവുക. കാരണം എന്താ, വെള്ളം ഇങ്ങനെ നല്ല സ്പീഡ് വരികയാണ്, ഇവിടെ വെച്ച് അവൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുക നമ്മുടെ പെൻ സ്റ്റോക്കിൻ്റെ പൈപ്പുകളെയാണ്. പെൻ സ്റ്റോക്കിൻ്റെ പൈപ്പുകളെ എഫക്റ്റ് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ ഹാമറിങ് എഫക്റ്റ് കേട്ടോ. വാട്ടർ ഹാമറിങ് എഫക്റ്റ്, അതായത് വെള്ളത്തിൻ്റെ ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെയുള്ളൊരു എഫക്റ്റ് ഉണ്ടാകുന്നു. സോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് ടാങ്ക് വെക്കുക. ഇപ്പോൾ സർജ് ടാങ്ക് എന്ത് ചെയ്യും, യെസ്, പെട്ടെന്ന് ഞാനിത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിന് ആ ഒരു വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാവില്ല. ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഈ വീടുകളിലൊക്കെ ചില കേസസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, മോട്ടറൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സർജ് ടാങ്ക് അറേഞ്ച്മെൻറ്റ് പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ വെള്ളം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേറ്റും ചെയ്യാം. പെട്ടെന്ന് ഇത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പം പെട്ടെന്ന് എനിക്ക് ജനറേഷൻ കൂടി, ഇപ്പോൾ 100 ഉള്ളത് 150 ആക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ വെള്ളം എനിക്ക് പെട്ടെന്ന് വേണം. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സർജ് ടാങ്ക് വെള്ളം എടുക്കാം. ദെൻ ഇതേപോലെ ജനറേഷൻ കുറക്കേണ്ട സമയത്ത്, എനിക്ക് ഇൻലെറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ വെള്ളം വന്ന് ഇടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ആ വെള്ളം വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യപ്പെടണം. അത് എന്ത് ചെയ്യുന്നു, ഇവിടെ സർജ് ടാങ്കുകളിൽ യൂസ് ചെയ്യപ്പെടും. സോ അതാണ് സർജ് ടാങ്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, സാറിന് ചോദിക്കാറുണ്ട്, ഈ വാട്ടർ ഹാമറിങ് എഫക്റ്റ് എവിടെയാണ് ഉണ്ടാവാറ് സർജ് ടാങ്കുകളിൽ. ഓക്കെ, വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചോദിക്കാറുണ്ട്. അതാണ് ഉത്തരം, സർജ് ടാങ്കുകൾ. ദെൻ വാട്ടർ ഹാമറിങ് എഫക്റ്റ് എവിടെയാണ് ഉണ്ടാവുക ചോദിക്കാറുണ്ട്. അത് പെൻ സ്റ്റോക്കിൻ്റെ പൈപ്പുകളിൽ കേട്ടോ, പെൻ സ്റ്റോക്കിൻ്റെ പൈപ്പുകളിൽ. ഓക്കെ, പെൻ സ്റ്റോക്ക് പൈപ്പുകളിൽ നിന്നാണ് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് സർജ് ടാങ്ക്? ലാർജ് സിലിണ്ട്രിക്കൽ ടാങ്ക് പ്രൊവൈഡഡ് നിയർ ദി ഡൗൺ സ്ട്രീം എൻഡ് ഓഫ് ദി ലോങ് പെൻ സ്റ്റോക്ക്. ഓക്കെ,
അതായത് ഒരു പെൻസ്റ്റോക്കിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് സർജ് ടാങ്കുകൾ ഉപയോഗിക്കുക. കാരണം അവിടെയാണ് നമ്മൾ പരമാവധി ക്ലോസ് ചെയ്യുക അല്ലേ, ഒരു ടർബൈൻ ഇൻലെറ്റിൻ്റെ അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെയായിരിക്കണം സർജ് ടാങ്ക് ഉണ്ടാവുക. യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ ഹൈ ഹെഡ് ആൻഡ് മീഡിയം ഹെഡ് പ്ലാന്റ്. സാധാരണ ഹൈ ഹെഡ് പ്ലാന്റിലും മീഡിയം ഹെഡ് പ്ലാന്റുകളിലും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം ലോ ഹെഡ് പ്ലാന്റുകളിൽ അത്രത്തോളം ഈ ഒരു പവർ ഉണ്ടാവില്ല, അത്രത്തോളം ഒരു ഹെഡ് ഇല്ല അല്ലേ. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറവായിരിക്കും. ഈ ഹൈ ഹെഡ് ഡാം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ ഹെഡിൽ, നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് എന്താ, ഈ ഡാം ക്രിയേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്നാണ് വരുന്നുണ്ടാവുക അല്ലേ. സോ ആ ഹെഡ് എത്രത്തോളം എന്ന് അനുസരിച്ച് നമ്മൾ പ്ലാന്റുകളെ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. ഹൈ ഹെഡ്, മീഡിയം ഹെഡ്, ലോ ഹെഡ്. ഓക്കെ, ഹൈ ഹെഡ് എന്ന് പറയുമ്പോൾ 200 മീറ്ററിൽ കൂടുതൽ, മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 30 to 200 മീറ്റർ, ദെൻ ലോ ഹെഡ് പറയുമ്പോൾ ലെസ് ദാൻ 30 മീറ്റർ. ഓക്കെ, ഈ 30 മീറ്റർ 200 മീറ്റർ എന്നൊക്കെ പറയുന്നത് അത്ര ബൗണ്ടഡ് ഒന്നും അല്ല കേട്ടോ. ഈ 200 മീറ്റർ പകരം നമ്മൾ ചില കേസസിൽ ഒരു 300 മീറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കുക കേട്ടോ, ഒരു ചെറിയൊരു ഒരു ഐഡിയ ഉണ്ടാവുക. ഓക്കെ, ഒരു ആവറേജ് ഒരു 200 മീറ്ററിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മളത് ഹൈ ഹെഡാണ്. ദെൻ ഒരു 30നും 200നും ഒക്കെ ഇടയിലാണെങ്കിൽ ഒരു മീഡിയം ഹെഡാണ്. ദെൻ ലോ ആണെങ്കിൽ അത് 30 മീറ്ററിൽ താഴെ ചെറിയ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ടാവും. ചില എന്താ പറയുക, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഡാമൊന്നും ക്രിയേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഈ പറയുന്ന വലിയ ഡാമുകൾ, വലിയ റിസർവോയർ ഉണ്ടാക്കണം നിർബന്ധമില്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ വഴി തിരിച്ചു വിട്ടിട്ടും ചെറിയ പാത്വേ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാം. അവിടെയൊക്കെ എന്താണ് ലോ പവർ പ്ലാന്റുകൾ, ലോ ഹെഡ് പവർ പ്ലാന്റ് എന്ന് പറയാം. സോ നമ്മൾ സർജ് ടാങ്ക് യൂസ് ചെയ്യുക, ലോ ഹെഡ് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. മീഡിയം ആൻഡ് ഹൈ ഹെഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ബിറ്റ്വീൻ ഡാം ആൻഡ് പവർ ഹൗസ്. ഓക്കെ, ഡാമിനും പവർ ഹൗസിനും ഇടയിലായിരിക്കും ആരുണ്ടാവുക, സർജ് ടാങ്ക്. ഓക്കെ, അത് പെൻസ്റ്റോക്കിൽ എവിടെയെങ്കിലും ആയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. സാധാരണയായിട്ട് എപ്പോഴും ഉണ്ടാവുക ഒരു പവർ ഹൗസിന് അടുത്തോട്ടായിട്ടാണ് ഈ പറയുന്ന സർജ് ടാങ്ക് ഉണ്ടാവുക. അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ, അയ്യേ ഒരു ചെറിയ സാധനം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ഒരു പിക്ചർ കണ്ടിട്ട് കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര റിയലിസ്റ്റിക് ആയിട്ടൊരു തോന്നില്ലല്ലോ. അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണോ സർജ് ടാങ്ക് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, സർജ് ടാങ്ക് കൺട്രോൾസ് പ്രഷർ വേരിയേഷൻ റിസൾട്ടിംഗ് ഫ്രം റാപ്പിഡ് വേരിയേഷൻ ഇൻ വാട്ടർ ഫ്ലോ ഇൻ പെൻസ്റ്റോക്ക് ആൻഡ് ദെർബൈ പ്രിവെൻറ്റ് വാട്ടർ ഹാമറിംഗ് എഫക്റ്റ്. ഓക്കെ, എന്താണ് ഈ പ്രഷർ വേരിയേഷൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മുടെ സർജ് ടാങ്ക് ആണ്. സോ വാട്ടർ ഫ്ലോയിലുള്ള പെട്ടെന്നുള്ള വേരിയേഷൻസ് അതെന്ത് ചെയ്യും, യെസ് അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. റിഡക്ഷൻ ഇൻ ലോഡ് ഓൺ ജനറേറ്റർ കോസസ് ദി ഗവർണർ ടു ക്ലോസ് ദി ടർബൈൻ ഗേറ്റ്, ദസ് ക്രിയേറ്റ്സ് ആൻഡ് ഇൻക്രീസസ് പ്രഷർ ഇൻ ദി പെൻസ്റ്റോക്ക്. അതായത് പെട്ടെന്ന് ലോഡ് കുറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കേസിൽ പെട്ടെന്ന് ലോഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, യെസ് ഗവർണർ ക്ലോസ് ചെയ്യും. ഓക്കെ, ഗവർണർ ക്ലോസ് ചെയ്യും, നമ്മുടെ ടർബൈൻ ഇൻലെറ്റും ക്ലോസ് ചെയ്യും. ഓക്കെ, ടർബൈൻ ഗേറ്റുകൾ ക്ലോസ് ചെയ്യും. സോ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യും, നമ്മുടെ പെൻസ്റ്റോക്കിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, അത്രയും നേരം വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. സോ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചില്ലേ, യെസ് ഇത് കണ്ടോ, ഈ വലിയ കണ്ടെയ്നേഴ്സ് പോലത്തെ സാധനം കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ സർജ് ടാങ്ക്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ പെൻസ്റ്റോക്കുകൾ വരുന്നുണ്ട്, അത് അണ്ടർഗ്രൗണ്ടിലാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ സർജ് ടാങ്ക് കണ്ടോ ഇത്രത്തോളം വലിപ്പത്തിലാണ് ഉണ്ടാവുക. സാധാരണയായിട്ട് ഒരു പെൻസ്റ്റോക്കിന് ഒരു സർജ് ടാങ്ക് ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒന്നിലധികം പെൻസ്റ്റോക്കുകൾക്ക് ഒരു സർജ് ടാങ്ക് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ പിക്ചർ വേറെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, യെസ് ഈ ഒരു പെൻസ്റ്റോക്കിന് ഒരു വലിയ സർജ് ടാങ്ക് ഇവിടെ കണ്ടോ. ദെൻ ഈ 2 പെൻസ്റ്റോക്കുകൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള സർജ് ടാങ്ക് കണ്ടോ. ഈ രീതിയിലൊക്കെ സർജ് ടാങ്കുകൾ വെക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഒരു റിയലിസ്റ്റിക് പിക്ചർ കാണിച്ചത് സർജ് ടാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് കമ്മിത്തിയ പോലത്തെ ചെറിയ സാധനമാണ് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അതല്ല, അത്രത്തോളം വെള്ളം നമ്മൾ ക്യാരി ചെയ്യണം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സെക്കൻഡിൽ എത്ര കിലോ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആയിരിക്കും പോകുന്നുണ്ടാവുക. സോ ഏകദേശം അത്രത്തോളം നമ്മൾ വെള്ളം തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു സർജ് ടാങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, യെസ്. ഇനി പെൻസ്റ്റോക്ക്, എ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ദാറ്റ് അലോ വാട്ടർ ടു ഫ്ലോ കണക്ടിങ് 4 ടു ടർബൈൻ. കണ്ടോ, 4 മുതൽ ടർബൈൻ വരെ കണക്ട് ചെയ്യുന്ന ഒരു ക്ലോസ് കോൺഡ്യൂട്ടാണ്. ഓക്കെ, സ്റ്റീൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടാവും. ആങ്കർ ബ്ലോക്കുകൾ വെച്ചിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആങ്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ആങ്കർ ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. ആങ്കർ ബ്ലോക്കുകൾ വെച്ചിട്ട്, ആങ്കർ ബ്ലോക്ക് വെച്ചിട്ട് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ സ്പിൽവേ എന്താണ്, എ സേഫ്റ്റി വാൾവ് ഫോർ ഡാം serves to discharge excess water from the reservoir when it is full. ഞാൻ നേരത്തെ കാണിച്ചതല്ലേ അല്ലേ, സ്പിൽവേ എന്തായിരുന്നു, യെസ് ഒരു അധികമായിട്ട് വരുന്ന വെള്ളത്തിന് പുറത്തേക്ക് പോകാനുള്ളൊരു ഉപാധിയാണ് ഈ സ്പിൽവേ എന്ന് പറയുന്നത്.
അല്ലേ? ഇതാ നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടാണ് ഇതാണ് സ്പിൽവേ എന്ന് പറയുന്നത്. ആ വാട്ടറിന് വളരെ ഫ്രീ ആയിട്ട് പാസേജിന് സഹായകമാകുന്ന ഒരു ഉപാധിയാണ്. ദെൻ ടെയിൽ റേസ്. യെസ്, ഈ ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം ടർബൈനിൽ നിന്നും ഒഴുകി പോകുന്ന വെള്ളത്തിന് പറയുന്ന പേരാണ് ടെയിൽ റേസ് കേട്ടോ. വാട്ടർ ആഫ്റ്റർ ഹാവിംഗ് ഡൺ ഇറ്റ്സ് യൂസ്ഫുൾ വർക്ക് ഇൻ ദി ടർബൈൻ ഈസ് ഡിസ്ചാർജ്ഡ് ടു ടെയിൽ റേസ്. സോ ടർബൈനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന് നമ്മൾ പറയുന്ന ഒരു ടെയിൽ റേസ് എന്നാണ്. വിച്ച് മേ ബി ലീഡ് ടു ദി സെയിം സ്ട്രീം ഓർ ദി അതർ. നമുക്ക് വേണമെങ്കിൽ ഈ ടെയിൽ റേസിൽ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, പവർ ജനറേഷൻ ചെയ്യാം കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുറ്റ്യാടി പവർ പ്ലാന്റ് ആദ്യം ഉണ്ടായിരുന്നത് 25-3 പവർ പ്ലാന്റുകളൊക്കെ ആയിരുന്നു. പിന്നെ എക്സ്റ്റൻഷൻ പ്രൊജക്റ്റുകളൊക്കെ വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 275 മെഗാവാട്ടോ മറ്റോ ഉണ്ട് പവർ പ്ലാന്റ് ടോട്ടൽ കപ്പാസിറ്റി. ഇതിൻ്റെ ടെയിൽ റേസ്, ഇതിൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട്, മെയിൻ ജനറേറ്ററിൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന വെള്ളം, ആ വെള്ളം ഉപയോഗിച്ചിട്ട് പോലും നമ്മൾ 1.25-ൻ്റെ 3 ചെറിയ ജനറേറ്റേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അതായത് 3.75 മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഏതിൽ നിന്നുണ്ടാകുന്നുണ്ട്? കുറ്റ്യാടി ടെയിൽ റേസിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്. ഓർത്ത് വെക്കുക. ഇതൊക്കെ എന്താണ്, നമുക്ക് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു KSB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ പോലെയുള്ള ഇൻ്റർവ്യൂസിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ. യെസ്, ഒന്ന് ഓർത്ത് വെക്കുക. സോ ഈ പിക്ചർ കണ്ടല്ലോ. ഇനി ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു. എൻ എയർ ടൈറ്റ് പൈപ്പ് ഓഫ് സ്യൂട്ടബിൾ ഡയമീറ്റർ അറ്റാച്ച് ടു ദി റണ്ണർ ഔട്ട്ലെറ്റ് ആൻഡ് കണ്ടക്ടിങ് വാട്ടർ ഡൗൺ ഫ്രം ദി വീൽ ആൻഡ് ഡിസ്ചാർജിങ് ഇറ്റ് അണ്ടർ ദി സർഫേസ് ഓഫ് ദി വാട്ടർ ഇൻ ദി ടെയിൽ റേസ്. അതായത് ഒന്നുമില്ല, ഈ ടർബൈനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പാണ്, എയർ ടൈറ്റ് പൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അത് പുറത്തേക്ക് പോകുന്നത് എന്തായിരിക്കും? ടെയിൽ റേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. If there is no draft tube, water discharges freely from the turbine exit. അവിടെ ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ശക്തിയിൽ വരുന്ന വെള്ളം ടർബൈനിൽ പതിച്ച് വളരെ സ്പീഡിൽ കുത്തിയൊലിച്ച് ടെയിൽ റേസിൽ വെക്കും. അതായത് വെറുതെ ആ പറയുന്ന എനർജി വേസ്റ്റ് ആയിട്ട് പോവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര വരെയുള്ള വെള്ളത്തിന് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വളരെ കൂടുതലായിരിക്കും. ഇനി ആ എനർജി മൊത്തം നമ്മുടെ ടർബൈനിന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല, ടർബൈൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഈ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനും നല്ല എനർജി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അത്രയും പ്രഷറിലാണ് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടാവുക, അത്രയും കൈനറ്റിക് എനർജിയിലാണ് പോകുന്നുണ്ടാവുക. സോ ആ എനർജി കൂടി ഒന്ന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്സ്പാൻഷൻ നടക്കും. അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. When a draft tube is installed, some of the kinetic energy possessed by the water leaving the runner outlet is converted into pressure energy. അതായത് ഇവിടെ ഒരു ചെറിയൊരു പ്രഷർ വേരിയേഷൻ നടക്കും, ഒരു എക്സ്പാൻഷൻ പോലെ നടക്കും. സോ ഈ ടർബൈൻ ബ്ലേഡുകളിൽ പതിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനും ഉണ്ടാകും ഒരു ഇനഫ് കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജി കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബിന് സാധിക്കും. സോ അതെന്താണ് എഫക്റ്റീവ്ലി ക്രിയേറ്റ് ചെയ്യപ്പെടുക? യെസ്, നമ്മുടെ ഈ ഒരു ടോട്ടൽ ഹെഡ് ഇനീഷ്യലി ഒരു സപ്പോസ് ഒരു 150 മീറ്റർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വെക്കുന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 160, 170, 150 വരെ ഒരു ആ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ വലിപ്പവും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 to 20 മീറ്റേഴ്സ് ഒക്കെ കിട്ടും. സോ ഒരു 170 മീറ്റർ വരെയൊക്കെ നമുക്കൊരു എഫക്റ്റീവ് ഹെഡ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഇത് കിട്ടും. ഫീൽ കിട്ടും. വാട്ടർ ലീവ്സ് അറ്റ് ദി ടെയിൽ റേസ് അറ്റ് എ മച്ച് റെഡ്യൂസ്ഡ് വെലോസിറ്റി. സോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബ് വെച്ചിട്ടില്ലെങ്കിൽ അത് വളരെ വളരെ വലിയ സ്പീഡിൽ കുത്തി ഒലിച്ച് പോകുമായിരുന്നു. സോ ഡ്രാഫ്റ്റ് ട്യൂബ് വെച്ചപ്പോൾ അതിൻ്റെ ആ ഒരു സ്പീഡ് കുറയും. ആ സ്പീഡ് കുറയുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി കുറയും തോറും ആ എനർജി എവിടെയോ നമുക്ക് കിട്ടി, അല്ലേ? എവിടെയോ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്രത്തോളം എനർജി നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻക്രീസസ് ദി ഓപ്പറേറ്റിംഗ് ഹെഡ് ഓൺ ദി ടർബൈൻ, ഇൻക്രീസസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ആൻഡ് എഫിഷ്യൻസി. സോ ഹെഡ് എഫക്റ്റീവ്ലി കൂടും, ഔട്ട്പുട്ട് കൂടും, എഫിഷ്യൻസി കൂടുന്നു ഓർത്ത് വെക്കുക. ഇനി വാട്ടർ ടർബൈനുകൾ കൂടി പറഞ്ഞേക്കാം. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വാട്ടർ ടർബൈനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഹൈ ഹെഡ് പ്ലാന്റിൽ ഏത് ടർബൈൻ യൂസ് ചെയ്യും? ലോ ഹെഡിൽ ഏത് യൂസ് ചെയ്യും? ദെൻ മീഡിയം ഹെഡിൽ ഏത് യൂസ് ചെയ്യും? താഴെ പറയുന്നവയിൽ ഇമ്പൾസ് ടർബൈൻ ഏതാണ്? കപ്ലാൻ ടർബൈൻ ഏത് ടൈപ്പ് ഓഫ് ടർബൈൻ ആണ്? ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാർക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. നോക്കിയാലോ? യെസ്. സോ വാട്ടർ ടർബൈൻ എന്താണ്? വാട്ടർ ടർബൈനിൽ എന്താ നടക്കുന്നുണ്ടാവുക? യെസ്. സോ വെള്ളം ഇങ്ങനെ നോസിൽ വഴി വെള്ളം വരുന്നുണ്ട്. ടർബൈൻ്റെ അറ്റത്ത് നമ്മൾ നോസിൽ ഉണ്ടാവും. സോ വെള്ളം ഇങ്ങനെ വരികയാണ്. സോ എൻ്റെ ഈ ഹൈ പ്രഷറിലുള്ള വെള്ളം വന്ന് പതിക്കുന്നത് ടർബൈൻ ബ്ലേഡുകളാണ്. ഈ ടർബൈൻ ബ്ലേഡിലാണ് വന്ന് പതിക്കുന്നത്. സോ ബ്ലേഡുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടർബൈൻ്റെ റണ്ണറിൽ. ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. യെസ്.
സോ ആ പ്രൈം മൂവറിന് പറയുന്ന പേരാണ്, നമ്മുടെ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രൈം മൂവറിന് പറയുന്ന പേരാണ് ടർബൈൻ. ഓക്കെ, ടർബൈൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടർബൈൻസ് ഉണ്ട്. ടർബൈൻ്റെ യൂസ് എന്താണ്? യൂസ് ടു കൺവേർട്ട് ദി എനർജി ഓഫ് ഫാളിംഗ് വാട്ടർ ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, സോ വെള്ളത്തിൻ്റെ ആ ഒരു സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടർബൈൻ്റെ ഉദ്ദേശം. ഓക്കെ, ആദ്യം പറയാനുള്ളത് പെൽട്ടൺ ടർബൈൻ. ഓക്കെ, പെൽട്ടൺ ടർബൈൻ ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ സാധാരണയായിട്ടൊക്കെ കാണുന്ന ടർബൈൻ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ഇടുക്കി പവർ പ്ലാന്റിലോ മൂലമറ്റത്തോ ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഇതാണ്. പള്ളിവാസലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? പെൽട്ടൺ ടർബൈൻ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? യെസ്, ഇതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ്. ഓക്കെ, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പണിയിട്ടില്ല കേട്ടോ, ഭയങ്കര എളുപ്പമാണ്. നിങ്ങളൊരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ ഒരേ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിന് പറയുന്ന പേരല്ലേ ടാൻജൻറ്റ്, അല്ലേ? ഒരു സർക്കിളിൻ്റെ ഒരു സിംഗിൾ പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു ലൈനിന് പറയുന്ന പേരാണ് ടാൻജൻറ്റ്, അല്ലേ? സോ ഇത് നോക്കി, ഒരു ടർബൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടർബൈൻ്റെ ആ ഒരു സർക്കിൾ പോയിന്റ് ഇല്ലേ, ആ സ്ഥലത്തേക്കായിരിക്കും നമ്മുടെ നോസിൽ വെച്ച് വെള്ളം വരുന്നുണ്ടാവുക, അല്ലേ? ഒരു ടാൻജൻ്റ് ആയിട്ടായിരിക്കും ഈ പറയുന്ന വെള്ളം വരുന്നുണ്ടാവുക, അല്ലേ? വാട്ടർ സപ്ലൈ ടാൻജൻഷ്യൽ ആയിട്ടാണെങ്കിൽ അതിന് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയും. സിമ്പിൾ അല്ലേ? യെസ്. സോ ഒരു പെൽട്ടൺ ടർബൈൻ ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ്. ബിക്കോസ് കണ്ടോ, ഇങ്ങനെയുള്ള ടർബൈൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഇങ്ങനെ ഈ ടാൻജൻറ്റ് പോലെയാണ്. ഓക്കെ, ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്ന പോലെയാണ് ഇതിലേക്ക് വാട്ടർ സപ്ലൈ വരിക. ഓക്കെ, ആ രീതിയിലായിരിക്കും ഇത് ഹിറ്റ് ചെയ്യുക. ഇതൊരു ഇമ്പൾസ് ടർബൈൻ ആണ് കേട്ടോ, ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, ഇമ്പൾസ് ടർബൈൻ എന്താണെന്നും റിയാക്ഷൻ ടർബൈൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാത്രമായിരിക്കും നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാത്രമായിരിക്കും നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. അത് ഇമ്പൾസ് ടർബൈൻ. റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ ജലത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നമ്മൾ എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ഈ ഇമ്പൾസ് ടർബൈൻ അതേപോലെ റിയാക്ഷൻ ടർബൈൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം ചെയ്യാം. അപ്പം നിലവിൽ മനസ്സിലാക്കുക, ഇമ്പൾസ് ടർബൈൻ ആണ് ഒരു പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പെൽട്ടൺ ടർബൈൻ്റെ കേസിൽ ഇമ്പൾസ് ടർബൈൻ ആണത്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സ്യൂട്ടബിൾ ഫോർ ഹൈ ഹെഡ്. ഓക്കെ, ഹൈ ഹെഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പെൽട്ടൺ ടർബൈൻ. ലോ ഡിസ്ചാർജ് ആപ്ലിക്കേഷനാണ്. അതെന്തുകൊണ്ടാണ് അറിയാം? ഇപ്പോൾ ഹെഡ് വളരെ കൂടുതലാണ്, അല്ലേ? അതിന് വളരെ സ്ഥിതികോർജ്ജം തന്നെ വളരെ കൂടുതലുണ്ട്. വലിയ ഹെഡിൽ നിന്നാണ്, വളരെ ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ചാർജ് കുറച്ച് മതി. ഓക്കെ, ചെറിയ അളവിൽ മാത്രം വെള്ളം പുറത്തേക്ക് വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെൽട്ടൺ ടർബൈനുകൾ യൂസ് ചെയ്യുന്ന പെൻസ്റ്റോക്കുകളുടെ വലിപ്പം എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര കുറവാണോ? അല്ല. പക്ഷേ കമ്പയറിങ് ടു റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ ലോ ഹെഡ് ആയിട്ടുള്ള ടർബൈനുകളിൽ അതിൻ്റെ എന്താ പറയുക, പെൻസ്റ്റോക്കിൻ്റെ പൈപ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ ഓർത്ത് വെക്കുക, ഹെഡ് എപ്പോഴൊക്കെയാണോ കൂടുതലാവുന്നത് അതിൻ്റെ ഡിസ്ചാർജ് കുറവ് മതി. എന്തുകൊണ്ടാണ്? ഹെഡ് കൂടുതലാകുമ്പം ആവശ്യത്തിനുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? സോ പവർ ഔട്ട്പുട്ട് ഒരു ഡിസൈർഡ് പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്ചാർജ് മതി. ഓക്കെ, വെള്ളത്തിൻ്റെ അളവ് ഡിസ്ചാർജ് ക്യൂ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. ആ വെള്ളത്തിൻ്റെ അളവ് കുറവ് മതി എന്ന് മനസ്സിലാക്കുക. ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണെന്ന് മനസ്സിലായി, അല്ലേ? യെസ്. നെക്സ്റ്റ് ഫ്രാൻസിസ് ടർബൈൻ. കണ്ടോ, ഫ്രാൻസിസ് ടർബൈൻ മീഡിയം ഹെഡ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ സാധാരണ ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടോ, വാട്ടർ ഇൻലെറ്റ് കണ്ടോ, വാട്ടർ വരുന്നത് റേഡിയലി. ഓക്കെ, റേഡിയസ് വൈസ് ആയിട്ടാണ് നമ്മുടെ വാട്ടർ വരുന്നത്. അതെന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോകും. കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് പോകും. ഓക്കെ, സോ റേഡിയലി ഇൻവേർഡ്, ആക്സിയലി ഔട്ട്വേർഡ്. റേഡിയലി അത് വെള്ളം അകത്തേക്ക് വരും. കണ്ടോ, ഇങ്ങനെ റേഡിയസ് വൈസ് ആയിട്ട് അത് വെള്ളം അകത്തേക്ക് വന്നു. ഓക്കെ, ഇത് വെള്ളം ഈ രീതി കണ്ടോ, റേഡിയസ് അനുസരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് നേരെ അകത്തേക്ക് പോയി, അല്ലേ? ആക്സിയലി ഔട്ട്വേർഡ്. ഓക്കെ, ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, വെള്ളം എന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ അകത്തേക്ക് വന്നത്, ഇതിലേക്ക് കൂടി ഇങ്ങനെ അകത്ത് വന്നിട്ട് ഇത് കറങ്ങുന്ന സമയത്ത് ഇതിൽ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. ഇതിൽ കൂടി ഇങ്ങനെ വെള്ളം റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് നേരെ ആക്സിയലി കണ്ടോ, ആക്സിസ് വൈസ് പുറത്തേക്ക് പോകും. ഓക്കെ, ആക്സിയലി ഔട്ട്വേർഡ്. സോ അതിന് നമ്മൾ പറയുന്നവരാണ് മിക്സഡ് ഫ്ലോ ടർബൈൻ. ഓക്കെ, ഇതുകൊണ്ട് തന്നെ ഇതൊരു മിക്സഡ് ഫ്ലോ ടർബൈൻ എന്നാണ് പറയുക. റിയാക്ഷൻ ടർബൈൻ ആണ്, റിയാക്ഷൻ ടർബൈൻ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഫ്രാൻസിസ് ടർബൈൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ കാരണം ഇതുണ്ടോ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയുള്ളൂ. അതായത് വെള്ളം മുഴുവനായിട്ട് ഈ ടർബൈൻ ബ്ലേഡുകളിൽ പതിക്കുമ്പോൾ തന്നെ ആ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടും. പക്ഷേ ഇവിടുത്തെ കേസ് എന്താ അറിയോ? യെസ്,
ടർബൈൻ ബ്ലേഡുകളിൽ പതിക്കുന്ന സമയത്ത് കുറച്ച് എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടും. ബാക്കിയുള്ള എനർജി പറയുന്നത് ഈ റൊട്ടേഷനിൽ, ഓക്കെ, ഈ ഒരു ടർബൈനിൽ കൂടിയുള്ള മൂവ്മെന്റിന്റെ സമയത്താണ് ബാക്കിയുള്ള എനർജി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു നമ്മൾ പറയും കേട്ടോ. റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. സൂട്ടബിൾ ഫോർ മീഡിയം ഹെഡ്, മീഡിയം ഡിസ്ചാർജ് കണ്ടോ, ഡിസ്ചാർജ് മീഡിയമായി. ഇനി മിക്സഡ് ഫ്ലോ ആണ്, ബിക്കോസ് ഇത് റേഡിയലി ഇൻവേർഡ് ആക്സിയലി ഔട്ട്വേർഡ് ആണ് ഈ ഒരു ടർബൈൻ. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് കപ്ലാൻ ടർബൈൻ. നമ്മൾ സാധാരണ ചെറിയ ഹെഡ്, ലോ ഹെഡ് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ സാധാരണയായിട്ട് കപ്ലൈൻ ടർബൈൻസ് യൂസ് ചെയ്യുക. അതൊരു റിയാക്ഷൻ ടർബൈൻ ആണ്. ഓക്കെ, റിയാക്ഷൻ ടർബൈൻ ആണ്. ഹൈ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ. ഓക്കെ, അതായത് വാട്ടർ വളരെ വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും ഈ കപ്ലൈൻ ടർബൈനിലേക്ക് വന്ന് പതിക്കുക കേട്ടോ. ഇങ്ങനെ വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ വലിയ പെൻസ്റ്റോക്കുകൾ വഴിയായിരിക്കും അതിൻ്റെ ബ്ലേഡുകളിലേക്ക് പതിക്കുന്നുണ്ടാവുക. ഇതൊരു ആക്സിയൽ ഫ്ലോ ടർബൈൻ ആണ്. ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഈസ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി റണ്ണർ. ഇതാണ് എൻ്റെ റണ്ണർ കേട്ടോ. ടർബൈൻ്റെ റണ്ണർ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ നോക്കിക്കാൻ മനസ്സിലാവും കണ്ടോ. ഇതാണ് എൻ്റെ ആക്സിസ് അല്ലേ, ഇതാണ് എൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിട്ടാണ് വാട്ടറിൻ്റെ ഫ്ലോ കണ്ടോ. വാട്ടർ ഫ്ലോ നടക്കുന്നത് എന്താ, ടർബൈൻ ബ്ലേഡുകളിലേക്ക് പതിക്കുന്നത് ആക്സിസിന് പാരലായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ഇതാണ് അതിൻ്റെ ടർബൈൻ്റെ റണ്ണേഴ്സ് കേട്ടോ. റണ്ണേഴ്സ് ഇതാണ് റണ്ണർ ബ്ലേഡുകൾ. ഇതിൻ്റെ പിക്ചർ ഉണ്ടോ? യെസ്. ഇനി ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറൊരു ടൈപ്പ് ടർബൈൻ കൂടിയുണ്ട് കേട്ടോ. വേറൊരു ടൈപ്പ് ടർബൈൻ ഉണ്ട്. നിങ്ങൾ ഈ കണ്ടില്ലേ, ഇത് കപ്ലാനാണ് കേട്ടോ. ഇത് കപ്ലാനാണ്. കപ്ലാൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വെയിൻസ്, അതിൻ്റെ ചിറകുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഫിക്സഡ് ബ്ലേഡുകളുള്ള കപ്ലാൻ ടർബൈൻ്റെ പേരാണ് പ്രൊപ്പല്ലർ ടർബൈൻ. ഓക്കെ, പ്രൊപ്പല്ലർ ടർബൈൻ. സോ മനസ്സിലാക്കുക, പ്രൊപ്പല്ലർ ടർബൈനും കപ്ലാൻ ടർബൈനും ആരാണ്? രണ്ടും റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. രണ്ടും ലോ ഹെഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. രണ്ടും ആക്സിയൽ ഫ്ലോ ടർബൈൻ തന്നെയാണ്. പക്ഷേ കപ്ലാൻ്റെ കേസിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റണ്ണർ ബ്ലേഡുകളുണ്ട്. ആരുടെ കേസിൽ? കപ്ലാൻ്റെ കേസിൽ. പക്ഷേ പ്രൊപ്പല്ലർ ടർബൈൻ്റെ കേസിൽ ആ പറയുന്ന റണ്ണർ ബ്ലേഡുകൾ ഫിക്സഡ് ആണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓർത്ത് വെക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. Kaplan turbine and propellant turbine comes under the category of axial flow turbine. The runner blade of Kaplan turbine can adjustable runner blades which can be rotated about to pivotal axis for a propellant turbine. Runner blades fixed. Okay, that's important ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രൊപ്പല്ലർ ടർബൈൻ്റെ കേസിൽ ഈ റണ്ണർ ബ്ലേഡുകൾ ഫിക്സഡ് ആണ്. ഓക്കെ അല്ലേ? യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യാം. അത് വെറും ട്രേഡ്സ്മാൻ മാത്രമായിരിക്കില്ല. ITA ലെവൽ, ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ, എബോവ് ഡിഗ്രി ലെവൽ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ RRB ചെയ്യും, SSC ചെയ്യും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ആവശ്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതുകൂടി ചെയ്തു തരാം. സോ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് വളരെ സൗജന്യമായിട്ടാണ് നൽകുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവർക്കൊക്കെ കണ്ടു നോക്കാം. മുഴുവൻ കോഴ്സല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ പഠിച്ചെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ കയറാം, അതേപോലെ ഏതൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ റെഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു വീഡിയോ സീരീസിൽ പറയുന്നത്. ഇതുവരെയും കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 വീഡിയോ മുതൽ കണ്ടു നോക്കാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്